ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ആൽവിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അഞ്ചുമൂട് കുർബാനയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിച്ചണിൽ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് കിച്ചണിലെ ജോലികളൊക്കെ തീർക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അഞ്ചുമൂട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. അഞ്ചുമൂട് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളിതാ സ്കൂളിലേക്ക് പോകണം. എല്ലാവരും റെഡിയായി നിൽക്കണം, സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. സ്കൂളിൽ പോയി വന്നിട്ട് വേണം എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഇവിടെ വേണമെന്ന് അഞ്ജലി പറഞ്ഞു വെച്ചിട്ടുണ്ട് മുൻപേ തന്നെ. പായസം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ പുറത്തുനിന്ന് വാങ്ങിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല. പോയി വന്നിട്ട് സമയമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആൽവിൻ കുഞ്ഞായിരുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസ് 3-4 ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആൽബത്തിൽ നിന്ന് എടുത്തിട്ടേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ അല്ല, എങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇടുന്നു കേട്ടോ. ആൽവിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടില്ലേ, ഇഷ്ടമായോ? ഒരുപാട് ഫോട്ടോസ് ഇരിപ്പുണ്ട്. ഇനിയും വേറെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്കൂളിലൊക്കെ പോയി വന്നു കേട്ടോ. വന്നതാ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ പ്ലേറ്റുകളെല്ലാം എനിക്ക് വാഷ് ചെയ്യണം. പ്ലേറ്റുകൾ, ടിഫിൻ, കുക്കർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, നമ്മുടെ ചീനച്ചട്ടി, അങ്ങനെ കാര്യങ്ങളൊക്കെ കഴുകാനായിട്ട് കിടക്കണം. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ബാക്കിയാണ്. പിന്നെ എവിടേക്കായാലും ഞാൻ സ്ലാവ് കാര്യങ്ങളൊന്നും തുടച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് രാവിലെ പോയപ്പോൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും പൊടിയൊക്കെ ഒന്ന് ഓടിപ്പിച്ചൊന്ന് ജസ്റ്റ് തുടച്ച് പെട്ടെന്ന് തന്നെ പോയി. കാരണം അല്ലെങ്കിൽ രാവിലെ ലേറ്റ് ആവും. പിന്നെ അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേക്കും അഞ്ജലി ഓൾറെഡി ഓർഡർ തന്നിട്ടുണ്ട്. ഇന്ന് മസ്റ്റായിട്ടും സേമിയ പായസം ഉണ്ടാക്കണം. ചേട്ടൻ്റെ ബർത്ത്ഡേയാണ്, സേമിയ പായസം എന്തായാലും വേണം. അപ്പോൾ പായസം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടൈം ടേക്കിംഗ് ആണ്. അപ്പോൾ അതിനുള്ള ഈസി മെത്തേഡ് ഞാൻ കണ്ടു വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ തരുന്ന ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ പാലടയുടെ പായസം മിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്തിന്ന് ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാമെന്ന്. കാരണം ഇത് വെച്ചാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ, വേഗം ഇൻസ്റ്റൻറ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അധികം ഫ്രൈ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇത് വെച്ചുള്ളൊരു പായസം നമുക്ക് തട്ടിക്കൂട്ടണം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒന്ന് ക്ലീനിങ്ങൊക്കെ നടക്കട്ടെ, പ്ലേറ്റുകളൊക്കെ ഒന്ന് വേഗത്തിൽ കഴുകി വെക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് പായസത്തേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങൊക്കെ ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വേഗത്തിൽ തന്നെ പായസം ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള പാത്രം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആകെ 2 പാക്കറ്റ് പാലാട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തണുത്ത പാലാണ്. നമുക്കിതിന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചിട്ട് വേണം നമ്മുടെ പായസത്തിൻ്റെ പണിയിലേക്ക് കിടക്കാൻ. ഇതാവശ്യം നല്ല തിക്ക് പാലാട്ടോ. അപ്പം ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് തിളപ്പിക്കാൻ വെക്കുന്നത്. ഇവിടെ നിന്ന് തിളക്കട്ടെ. അത് തിളയ്ക്കാൻ എന്തായാലും ഒരു കുറച്ച് സമയം എടുക്കും. അപ്പോൾ തിളച്ചിട്ട് നമുക്ക് ബാക്കി ജോലികൾ ചെയ്യാം. പാല് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഇത്തിരി കശുവണ്ടിയും അതുപോലെ ഇത്തിരി ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിൽ നമ്മൾ വറുത്തിട്ടാൽ ഈ പാക്കറ്റിനകത്ത് എല്ലാം മിക്സ് ആട്ടോ. എന്നാലും പാലട പായസം മിക്സ് എന്നാണ്. ഇതുമ്മ പൊൻകതിറിൻ്റെ കേട്ടോ, എല്ലാം ഉണ്ട് ഇതിനകത്ത്. എങ്കിലും നമ്മൾ ഇത്തിരി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ മുകളിലേക്കൊക്കെ നമ്മൾ ഇത്തിരി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു കുറച്ചെടുക്കുന്നുണ്ട്, കുറച്ച് മതി. അതുപോലെ തന്നെ ഒരു കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലിതാ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് പായസം മിക്സ് ചേർത്ത് കൊടുക്കും. നല്ലപോലെ ഇതാ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ പായസം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം, നല്ല ടേസ്റ്റി കേട്ടോ. ഞങ്ങൾ പല പ്രാവശ്യം ഇതുണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുണ്ടാക്കാമെന്ന് വേഗത്തിൽ തീരുമാനിച്ചത്. ഇതിങ്ങനെ ഒരു പാക്കറ്റ് ഇരുന്നതുകൊണ്ട്. ഇത് ഇവിടെ കിടന്നിങ്ങനെ കുക്കാവട്ടെ. ഒരു 20-25 മിനിറ്റ് നമുക്കതിങ്ങനെ കുക്കാക്കി എടുക്കണം.
അപ്പോഴേക്കും ഞാനിവിടെ നമുക്ക് നെയ്യിൽ വറുത്തെടുക്കേണ്ട ഐറ്റംസ് ഒന്ന് വറുത്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ആവശ്യമില്ല, എങ്കിലും ഞാൻ എക്സ്ട്രാ ഞങ്ങളുടെ ഒരു ടേസ്റ്റിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ പാൻ ഒന്ന് ചൂടാവട്ടെ. പാൻ എന്താ നല്ലപോലെ ചൂടായി. അപ്പോൾ നമുക്കിനി ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്താ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പായസമൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ പായസം ഓഫാക്കാം. നല്ലപോലെ ഒന്ന് കുക്ക് ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നേരം വരെ കുക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാലടയൊക്കെ ഇതാ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ നെയ്യിൽ വറുത്ത് കൊയ്യ് വെച്ചിരുന്ന കഷ്ണണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതോടൊപ്പം തന്നെ ഞാൻ എന്താ ബാക്കിയുള്ള നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പായസം ഇതാ റെഡി. അപ്പോൾ ആൽവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അഞ്ചുമോൾ ആവശ്യപ്പെട്ട പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരുന്നിരുന്ന് ഒന്നും കൂടെ കുറുതാവും കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് തിളപ്പിച്ച് വറ്റിക്കുന്നില്ല, കാരണം ഇരുന്നിരുന്ന് ഒന്നും കൂടെ ഇത് വറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. അഞ്ചു കളിക്കാൻ പോയ കേട്ടോ. അഞ്ചു കളിച്ച് വരുമ്പോഴേക്കും ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത് പായസമാണ്. പായസം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും വേണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം അപ്പോൾ ചേട്ടനെ വിട്ട് എന്തെങ്കിലും വാങ്ങിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ചോറും ചപ്പാത്തിയൊക്കെ ഞങ്ങളിവിടെ ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് ചപ്പാത്തിയാണ് കൂടുതൽ. അപ്പോൾ ചോറും ചപ്പാത്തിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അതല്ല, പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ഫുഡ് വേണമെന്നാണ്. ഇവർക്ക് 2 പേർക്കായാലും നമ്മൾ ബർത്ത്ഡേയുടെ ദിവസങ്ങളിലൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ച് തന്നാൽ മതി. അവർക്ക് പുറത്തുനിന്നുള്ള ഫുഡ് അങ്ങനെ സ്പെഷ്യൽ ഡേയ്സിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനിപ്പോൾ സ്കൂളിൽ പോയേക്കാണ്. അപ്പോൾ ചേട്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം ചേട്ടൻ്റെ കടയിൽ വിട്ട് എന്തെങ്കിലും വാങ്ങിപ്പിക്കാനായിട്ട്. ആൽവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നാട്ടിൽ വൈകുന്നേരം കേട്ടോ, ഈവനിങ്ങിലാണ് അവർ ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചിരിക്കുന്നത്. കേക്ക് കട്ടിങ് എല്ലാം. അപ്പോൾ വൈകുന്നേരം വീഡിയോ കോൾ വിളിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു. കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് വീഡിയോ കോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കോളിൽ കൂടെ ആയിരിക്കും ഞങ്ങൾ ഇന്നത്തെ കേക്ക് കട്ടിങ് ഒക്കെ കാണാൻ പോകുന്നത് ആൽവിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ആൽവിൻ്റെ ലൈഫിലും ഞങ്ങളുടെ ലൈഫിലും ആദ്യമായിട്ടാണ് ആൽവിൻ ഇങ്ങനെ ബർത്ത്ഡേക്ക് ഞങ്ങളുടെ അടുത്ത് ഇല്ലാതിരിക്കുന്നത് കേട്ടോ. ഇത്രയും നാളായിട്ടും ആൽവിൻ ഇതുവരെ സ്റ്റഡീസിന് പോയിട്ടുണ്ടെങ്കിലും ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ ഹോളിഡേയ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ നാട്ടിൽ വെച്ച്. നാട്ടിലിപ്പോൾ അവിടെ അമ്മച്ചിയും അതുപോലെ തന്നെ ആങ്ങളെയും മിടുവൊക്കെ ഉണ്ട്, ആങ്ങളയുടെ വൈഫൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടെ അവിടെ എൻജോയ് ചെയ്യട്ടെ. ഒരു പ്രാവശ്യം അങ്ങനെയും എൻജോയ് ചെയ്യട്ടെ. ഇന്ന് ആൽവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടിലത്തെ സ്പെഷ്യൽ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആൽവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കണം നാട്ടിൽ. അപ്പോൾ സണ്ണിയുടെ അടുത്ത് വെച്ച് അവിടെ കേക്ക് കട്ടിങ് നടക്കട്ടോ. അപ്പോൾ ഞങ്ങളിതാ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്ക് കട്ടിങ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ കോളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും ഞങ്ങളുടെ അടുത്തില്ലാതെ ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം നാട്ടിൽ ബർത്ത്ഡേ ആഘോഷം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ക്രിസ്മസും ബർത്ത്ഡേയും രണ്ടും നാട്ടില്. അവിടെ വീഡിയോ കോളിൽ കൂടെ അമ്മേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയും ആൽവിനൊക്കെ അവിടെ ഉണ്ട്. അവരവിടെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് സ്പെഷ്യൽ ഐറ്റം ഞങ്ങൾ വാങ്ങിച്ചു. ആൽവിൻ നാട്ടിലാണെങ്കിലും അഞ്ചു സമ്മതിക്കണ്ടായിരുന്നില്ല. വീഡിയോയിൽ കൂടെ വിടും സ്റ്റീവ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്റ്റീവ് ഇട്ട് നോക്കിയിരിക്കണ്. വീഡിയോ കോൾ വിളിച്ചപ്പോൾ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആൽവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും അഞ്ചുവിന് നിൽക്കളിയില്ല. അഞ്ചു പറഞ്ഞേക്കണ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഇവിടെ സ്പെഷ്യൽ വേണം. ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ മമ്മി ഉണ്ടാക്കിയായിരുന്നു, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയായിരുന്നു. ചേട്ടൻ നാട്ടിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നുണ്ട്. അപ്പം നമുക്കൂടെ ആഘോഷിക്കുന്നു. അപ്പോൾ അങ്ങനെ അതേ പപ്പേനെ പറഞ്ഞിട്ട് എന്തൊക്കെയോ 1-2 കൊച്ചു ഐറ്റം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കട്ടെ. ഇത് 5 നോക്ക് വേറൊരു പാക്കറ്റായിട്ട് നമുക്ക് എടുക്കാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ട് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ആഘോഷം. എന്താണ് സ്പെഷ്യൽ? ചിക്കൻ ഫ്രൈ. അഞ്ചൂര് സ്പെഷ്യൽ വാങ്ങിക്കുന്നതാണ്. ഞങ്ങൾക്ക് അത് വാങ്ങിക്കുന്നുണ്ടാകുമോ? ഞങ്ങൾ ഫ്രൈയോട്
അധികം നമുക്ക് ഗ്രേവി മതി കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇതെന്നാ കടായി ചിക്കനാണ്, കടായി ചിക്കൻ കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ വിത്ത് ഗ്രേവി നമുക്ക് കിട്ടും. ചട്നി ഉണ്ട് കേട്ടോ, ചട്നി ഉണ്ട്, സവോള ഒക്കെ ഉണ്ട്. ഒക്കെ തുറന്നൊക്കെ ചിക്കൻ ഫ്രൈ 5 മാത്രം. പിന്നെ ചോറ് ഇരിപ്പുണ്ട്, ചപ്പാത്തി ഇരിപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും കിച്ചണിലുണ്ട്. ഇത് നാൻ വാങ്ങിച്ചിട്ടുണ്ട്, ബട്ടർ നാൻ. ഇതെന്നത് ബട്ടർ നാൻ. ചപ്പാത്തിയും ചോറൊക്കെ നമ്മുടെ വീട്ടിലെ ചപ്പാത്തിയും ചോറൊക്കെ കിച്ചണിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ കടായി ചിക്കൻ. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ റെഡി. പിന്നെ ബട്ടർ നാൻ, പിന്നെ അഞ്ജലിയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. ഇനി ഞാൻ ചപ്പാത്തിയും ചോറൊക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് ആൽവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ആഘോഷമായ ഫുഡ്. അപ്പോൾ ആൽവിൻ നാട്ടിലാണെങ്കിൽ കേക്ക് കട്ടിങ് ഒക്കെ കൂടെ നടക്കണം കേട്ടോ. ഇത് നമുക്ക് മലയാളി ഫാമിലി കേരളത്തിൽ നിന്നുള്ള ഐറ്റംസൊക്കെ എത്തിക്കുന്നൊരു ഫാമിലീൻ്റെ അവർ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അവർ കേരളത്തിൽ നിന്നുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നൊരു കേക്കാണ്. അപ്പോൾ ഇന്നത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാ. 5 കട്ടിങ്ങാണ് കട്ട് ചെയ്യുന്നത്. ആൽവിന് പകരം 5 കട്ടിങ്ങാണ്. എലൈറ്റിൻ്റെ കേട്ടോ, എലൈറ്റിൻ്റെ പ്ലം സർപ്രൈസ് കേക്ക്, അതാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അവരുടെ പല ടൈപ്പ് കേക്കുകൾ ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ പ്ലേറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 5 വേണം കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആൽവിൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആൽവിൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് പെങ്ങളെ തിരിക്കാം. ഇങ്ങനെയുണ്ട് കേക്ക്. നാഷണൽ ചേട്ടൻ വെച്ചോളൂ, ചേട്ടൻ വായോർക്ക് ഞാനും കഴിച്ചു നോക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ആൽവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എല്ലാവർക്കും. അപ്പൊ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാം. അപ്പം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ചോറ് ഇരിപ്പുണ്ട് കിച്ചണിൽ. പക്ഷെ ചോറിനേക്കാളും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഐറ്റംസാണ്. അപ്പം ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പം അങ്ങനെ ആൽവിൻ നാട്ടിലാണെങ്കിലും ഞങ്ങളും ഇവിടെ ചെറുതായിട്ടൊക്കെ ബർത്ത്ഡേക്ക് ഒന്ന് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നിങ്ങൾ കാണിച്ചു തന്നില്ലേ, ചെറുതായിട്ട് ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ നടത്തി. ശരിക്കും പറഞ്ഞാൽ 5 മോളും കൂടെയൊക്കെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കങ്ങനെ ആൽവിനില്ലാതെ പിന്നെ ചെയ്യാനങ്ങനെ തോന്നില്ല. ഇതിപ്പോൾ 5 കൂടെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ പുതിയ വീഡിയോസൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ.